ഹലോ വെട്ടിയടിക്കല് കറങ്ങാൻ പോണ ഞങ്ങ എവിടെയൊക്കെ പോവാന്ന് പറഞ്ഞത് ആ മഴ കാരണം നമ്മ അത് ക്യാൻസൽ ചെയ്ത് ഇപ്പൊ നമ്മ വെറുതെ ഈ ഗൂഗിൾ മാമി പറയണ പോലെ പോവുകയാണ്. ചാലക്കുടി പോയിട്ട് ചാലക്കുടി പുഴയുണ്ട്. നമ്മ പണ്ട് പോയി വീടിട്ട സ്ഥലമാണ്. അവിടെ നല്ല വെള്ളം പൊക്കം കാണാം. പൊക്കല്ല ഓ ആ താഴേക്ക് ഇറങ്ങിയതാ. ഏത് ദിശ? ഫ്രിഡ്ജിന് മുകളിൽ നിന്ന് വെള്ളം കാണാൻ ഞാനും വിചാരിച്ചു ഫ്രിഡ്ജ് കാണാൻ എന്തിനെ ആ സ്ഥലത്തിന് വഴി അത് ഹൈവേ കൂടെ പോണ്ട്. പക്ഷേ എല്ലാവർക്കും പിന്നെ സ്വാഭാവികമായിട്ട് ഫുൾ ടൈം മഴയല്ല. ഇന്ന ദിവസം മഴ നിന്നിട്ടേ ഇല്ല. ഇപ്പൊ ഉറങ്ങുവാണെങ്കിൽ നല്ല സുഖമായിരിക്കും. വീട്ടിക്ക് കിട്ടോ നല്ല സൂപ്പർ ആയിട്ട് ഉറങ്ങാം. വീട്ടിൽ പോകുന്ന വീട്ടിൽ പോയി വിഷമാവല്ലോന്ന് വെച്ചിട്ടാണ് ചാലക്കുടിക്ക് അവിടെ പോവാന്ന് വെച്ചത്. കൊച്ചിന്ന് പറഞ്ഞിട്ട് ചാലക്കുടി ഭയങ്കര വലിയ സംഭവം. പിന്നെ കൊച്ചിയില് ബ്ലോക്കില് മഴയത്ത് ഇങ്ങനെ ഓടിക്കല് മാത്രം ഉണ്ടാവുള്ളൂ. ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ മഴ ഇനി നമ്മ കൊച്ചിപ്പള്ളിയുടെ സൈഡിൽ കൂടെ പോവാണ്. വഴി വഴിക്കൂടെ ഇതെവിടെ എത്തും നമുക്കറിയില്ല. ഇതിന്റെ ഗേറ്റ് ഒക്കെ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ. ചാലക്കുടി എത്താൻ നമുക്ക് ഇത്ര നേരം എടുക്കും. ഞാൻ അയാൾക്ക് പറഞ്ഞത് വഴി കറക്റ്റായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തില്ലേ അയാളെ തള്ളക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതുള്ള വഴിയാണോന്ന്. ഇവിടെ ഞാനിപ്പോ ഞാൻ വന്നിട്ടുണ്ട്. പണ്ട് എക്സ്പ്ലോറർ ആണല്ലേ പോണില്ല. കഴിഞ്ഞു പോയി. ഈ റോഡിലൊക്കെ വെള്ളാണ് നിറച്ചും വെള്ളം. ഫുൾ ലെഫ്റ്റാ. ആ വഴിയിൽ വെള്ളം കാറും കയറിയാണ്. ശരിക്കുള്ള വെള്ളം ഞാൻ കാണിച്ചതാണ്. നൈസ് വൈബ് സ്ഥലല്ലേ. റെയിൽവേ ട്രാക്ക് നേരെ ഗോവയിൽ ഇതുപോലത്തെ സ്ഥലം ഉണ്ടെന്നാണ്. പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പേ ഗോവയിലെ സ്ഥലമായി തോന്നി. നമുക്കിനി ഇതികൂടെ കേറി ആ പാലത്തിലൂടെ തിരിച്ചു പോകാം. വെള്ളപ്പൊക്കം വരില്ലാന്ന് അതായി അത്ര വന്നിട്ടില്ല. അവിടേക്കൊക്കെ ഇപ്പൊ വെള്ളം കയറുണ്ട്. വെള്ളേ ഡ്രെയിനേജിൽ അതിന്റെ പ്രശ്ന. ഈ പാലത്തിനുള്ള വെള്ളം ഫുള്ള് ഇവിടെ വരണിന്റെ പ്രശ്ന. എനിക്ക് പേടിയാണ്. എന്തിന് ഈ വെള്ളം കുറച്ചിട്ടുണ്ടോ? കറക്റ്റ് ആ ജംഗ്ഷനില് എന്നുവെച്ചാ ഡ്രെയിനേജ് ഇറക്കാണല്ലോ. ഡ്രെയിനേജ് പ്രോപ്പർ അല്ലാത്തോണ്ടുള്ള വെള്ളമാണ്. നമുക്ക് ചാലക്കുടി പാലം കാണാം. പുഴ ചാലക്കുടി പുഴ കാണാം. എന്തോരം വെള്ളം കയറി. ഞാൻ പറഞ്ഞ കുറച്ച് കയറി ഉണ്ടാവുള്ളൂ. നോർമൽ തന്നെ ഒരു വ്യത്യാസത്തില്ല. അങ്ങനെ നമ്മൾ കോഫി കുടിക്കാൻ വന്ന് എൻ്റെ പണ്ടത്തെ ഇഷ്ടപ്പെട്ട കടയാണ്. നമ്മളന്ന് ട്രിപ്പ് പോയപ്പോൾ രാവിലെ 6 മണിക്ക് കുടിച്ച് നോക്കി. നല്ലതായിരിക്കും ഇവിടുത്തെ കോഫി. ഇനി എന്നോട്ട് ഇവിടെ ആയിരിക്കുമല്ലോ തോന്നുന്നുണ്ട്. അങ്ങനെ ഡിറ്റ് മഴ നനയാണ്ടിരിക്കാനുള്ള കോസ്റ്റ്യൂം ഇട്ടു. ഇതൊക്കെ കീറിയല്ലോ. അന്ന് ഇതുപോലെ വെള്ളം ഉണ്ടായിരുന്നു ഇല്ലേ? അന്ന് ഇതുപോലെ വെള്ളം ഉണ്ടായിരുന്നില്ലേ? ഇത്ര ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ വരെ ഇറങ്ങി. അവിടെ ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങായിരുന്നു. പക്ഷെ നൈസ് സ്ഥലല്ലേ. പക്ഷെ ഇവിടെ നിന്ന് വെള്ളം കയറിയിട്ടില്ല. അല്ല ഞാൻ നല്ല ഡാം തുറക്കുമ്പോഴായിരിക്കും
വെള്ളം കയറാൻ. അത് കൂടെ വഴി വണ്ടി ട്രാവൽ ചെയ്യണ ലൈക്ക് ഇതാണ്. ഇതിൽ കൂടെ വണ്ടി പോവും. എന്നിട്ട് എന്തോ ഉദ്ദേശിച്ചൂടെ പറയാൻ. കട്ട് ചെയ്യണോ? തുണി വാഷ് ചെയ്യണ്ടായിരുന്നു. ആ വെള്ളത്തിൽ തുണി വാഷ് ചെയ്യണ്ടായിരുന്നു. അവിടെ 2 കപ്പിൾസ് ഒരു കപ്പിൾസ് കിസ് അടിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ കണ്ടില്ല. അന്ന് പറഞ്ഞിട്ടുണ്ട് കാണാം. പിന്നെ ഇവിടെ കുറെ ഒരു മീൻ പിടിക്കണ്ടായിരുന്നുള്ള അപ്പൊ ആൾക്കാർക്ക് പേടിയായിരിക്കും മീൻ പിടിക്കാൻ. അവിടെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. പക്ഷെ വലിയ മീൻ കിട്ടും. ഞാൻ വിചാരിച്ച ഈ മഴയത്ത് നിൽക്കാൻ നിന്റെ പോലെ പ്രാന്തുണ്ടെന്ന് വെച്ചാ. ഇപ്പൊ നമ്മള് വന്നപ്പോ ഒരു 2 പിള്ളേരില്ലേ, ഒരു +2 ഉണ്ടാവുള്ളൂല്ലേ. വെള്ളമില്ല, വേറെ എന്താ അടിച്ചേക്കണേ. എനിക്ക് തോന്നുന്നു വല്ല പ്ലാസ്റ്റിക് മറ്റേ സാധനം മണ്ണെണ്ണ വെക്കാ അങ്ങനത്തെ സാധനം അടിച്ച് കിളി പോയിക്കെന്താ. മറ്റേ ഗമ്മില് പശ അതും പെട്രോളും മിക്സ് ചെയ്ത് ഇങ്ങനെ മണപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിളി പോകും. അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. അതാണ് അടിച്ചേക്കണെന്ന്. ചക്കൻ കട്ട ലോസ്റ്റ് പാട്ടൊക്കെ പാടി പോണില്ലേ. 18 വയസ്സായിട്ടില്ല. അതാ ചക്കൻ മറ്റേ ചക്കൻ ലോസ്റ്റായ ചക്കൻ ഓടി പോന്ന. അപ്പൊ അവര് പിടിക്കാൻ വേണ്ടി മറ്റേ ചക്കൻ വന്ന് മറ്റേ ചക്ക ഇതോടെ വന്നാവും. ഇനി വെള്ളം അടിക്കാൻ നിക്കില്ല. അവരെ വണ്ടിയാണ് ആയിരിക്കും. ആ പാലമാണ് വെട്ടുകടവ് പാലം. അവിടെ വരുന്ന ഇത് നമ്മള് ചാലക്കുടിന്ന് അതിരപ്പള്ളിക്ക് പോണ വഴിയിലുള്ള സ്ഥലമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ല എന്തുള്ള അതാണ്. ചൂടുണ്ടാ? പിന്നെ എന്റെ മൂത്രം. ആഹാ, നല്ല തണുത്ത വെള്ളം. കണ്ട വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോണം. ശരിക്കും നമുക്ക് ഞാൻ അപ്പുറ സൈഡ് വന്നിട്ടുണ്ട്. അപ്പുറ സൈഡ് വഴി എനിക്ക് ഓർമ്മയില്ല എങ്ങനെ വന്നേന്ന്. അപ്പുറ സൈഡിലാണ് നല്ല വ്യൂ ഉണ്ടാവില്ലേ. നമുക്ക് നമ്മൾ അന്നാ പോയി അടുത്ത സ്ഥലം പോണോ? അതിനപ്പുറത്ത് അത് വേറെ വ്യൂ ആണെന്നുള്ള. അവിടെ ആൾക്കാർ മീൻ പിടിക്കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ടൈം വരാണെങ്കിൽ ഒരു ഹാഫ് ഡേ ഒക്കെ വെറുതെ ഇരുന്ന് സുഖമായിട്ടിരിക്കല്ലേ, ചൂടൊന്നും ഇല്ലാണ്ട്. നല്ല പ്രൈവസി ഉള്ള ഏരിയ ആണെന്ന് എനിക്കറിയില്ല. ആൾക്കാരുണ്ടാവും, പക്ഷെ ഈ സമയത്ത് വെള്ളപ്പൊക്കം ആയതുകൊണ്ട് നമ്മൾ വന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലത്തിരിക്കാം, ചില്ല് ചെയ്യാം അല്ലേ. നമ്മളിപ്പോൾ അടുത്തുനിന്ന് CSR സെൻറ്റർ ഫോർ സ്പിരിച്വൽ റിയലൈസേഷൻ, അതല്ല CSR. അവിടുത്തെ ചെക്ക് ഡാമാണ്. CSR ചെക്ക് ഡാം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈം തേർഡ് ടൈമാണോ? സെക്കൻഡ് തന്നെ ഉള്ളല്ലേ. സെക്കൻഡ് ടൈം വന്നത് ഇവിടെ മീറ്റിംഗ് ഉണ്ടല്ലോ, പള്ളിയാണ്. സെക്കൻഡ് ടൈം നമ്മൾ വന്നിരിക്കുന്നു. നമ്മളിവിടെ കാർ പാർക്ക് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് വാക്ക് ഉണ്ട്. അതാണ് ആ വെള്ളച്ചാട്ടമല്ല അപ്പോഴ ഇതിൽ കൂടെയാണ് ഞാൻ ബൈക്കിനൊക്കെ പോകാറ്. ബൈക്കിനൊക്കെ പോയിട്ടുണ്ട്. അപ്പുറത്തെ റോഡ് ഇതാറ് ഫ്യൂസ് കൂരിച്ചേക്കണേ. അങ്ങനെ നമ്മൾ CSR ചെക്ക് ഡാമിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസാണല്ലേ. അന്ന് വന്നപ്പോഴും ഇവിടെ ഒരാൾ അലക്കണ്ടായിരുന്നു. ഇല്ലായിരുന്നു, അലക്കല്ല ഒരാളുണ്ടായിരുന്നു. നൈസല്ലേ, ഇവിടുന്ന് കയറി കാണാം. അന്ന് അലക്കന്നാതെ ഇതിലേ ഇങ്ങനെ ഇതിൽ കൂടെ ഞാൻ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ വെള്ളമില്ലാത്തപ്പ ഇവിടെ നക്ക വെള്ളം കഴിഞ്ഞല്ലോ. നൈസല്ലേ. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ശരിക്കും നല്ല സൗണ്ടല്ലേ. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു. നൈസ്. പക്ഷെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഇരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇല്ല, പക്ഷെ കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കുറേ പേർക്ക് ഇരിക്കാൻ പറ്റില്ല. അതൊന്നും അറിയോ? അതാണ് മറ്റേ എന്താ
ബിയർ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ആ കമ്പനി.